നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവീകരിച്ച താലൂക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച SBT തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. SFIയുടെ നേതൃത്വത്തിൽ SBT കാഞ്ഞങ്ങാട് ശാഖയിലേക്ക് മാർച്ച് നടത്തി. CPMന് ബംഗാളിലെ അവസ്ഥ ഉണ്ടാകുമെന്ന് മന്ത്രി VS ശിവകുമാർ. കോൺഗ്രസ് കാലഘട്ടത്തിന് ആവശ്യമുള്ള പാർട്ടിയെന്നും മന്ത്രി. കേന്ദ്രീയ സർവകലാശാല സുരക്ഷാ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ നിരവധി തെളിവുകൾ കണ്ടെത്തി. കാര്യങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്ന ബാർബർമാർക്ക് പാരയായി അന്യഭാഷാ തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. നവീകരിച്ച താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു പരിപാടി. നവീകരിച്ച താലൂക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷനായിരുന്നു. ബദിയടുക്കയിലെ നിർദ്ദിഷ്ട കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ടെൻഡർ നടപടി പൂർത്തിയായതായും മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഒരു മാസത്തിനകം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം 266 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിനുള്ളത്. 57 കോടി രൂപ നബാർഡ് അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അറിയിക്കുന്നു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ടെൻഡർ എക്സസ് ആയതുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് അതിലേക്ക് വേണ്ട തീരുമാനമെടുത്താൽ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് പാക്കേജിൽ നിന്നും 25 കോടി രൂപ മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ച് ആരോഗ്യ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികം കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിലേക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലേക്കും പൂർത്തീകരിക്കുന്നതിലേക്കും വേണ്ടി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ആദ്യഘട്ട നിർമ്മാണത്തിന് 57 കോടി രൂപ നബാർഡിൽ നിന്നും 25 കോടി രൂപ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയും അനുവദിച്ചിട്ടുണ്ട്. മൊത്തം 766 കോടി രൂപ ചെലവിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നത്. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ തുടങ്ങിയ ചികിത്സാ രീതികൾ സമന്വയിപ്പിച്ച് ഹോളിസ്റ്റിക് സെന്റർ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടങ്ങുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു ആയുഷ് യോഗ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുകയാണ്. ഹോളിസ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ആശുപത്രിക്കകത്ത് തന്നെ, ഒരു കെട്ടിടത്തിനകത്ത് തന്നെ ആയുർവേദം, ഹോമിയോ, പ്രകൃതി ചികിത്സ, യുനാനി അടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചികിത്സയുമുള്ള ഒരു ഹോളിസ്റ്റിക് സെന്റർ അത് കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്നതിന് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനത്തോടൊപ്പം അത് ഉദ്ഘാടനത്തോടൊപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഉദുമ MLA K കുഞ്ഞിരാമൻ, T അബ്ദുള്ള, കലക്ടർ PS മുഹമ്മദ് സഗീർ, താഹിറ സത്താർ, അബ്ബാസ് ബീഗം, അബ്ദുൾ റഹ്മാൻ കുഞ്ഞു മാസ്റ്റർ, A അബ്ദുൾ റഹ്മാൻ, P സുരേഷ് കുമാർ ഷെട്ടി, K മുഹമ്മദ് ഹനീഫ്, V രാജൻ, Dr. S വിജയ, TA മധുസൂദൻ നമ്പൂതിരിപ്പാട്, Dr. കൃഷ്ണകുമാർ എന്നിവ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച SBT തീരുമാനത്തിൽ പ്രതിഷേധം. SFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ശാഖയിലേക്ക് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാനായി റിലയൻസ് കമ്പനിയെ ഏൽപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നടപടിക്കെതിരെ SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് SBT ശാഖയ്ക്ക് മുന്നിൽ സമരം നടന്നു. വായ്പാ തിരിച്ചടവ് റിലയൻസിനെ ഏൽപ്പിക്കുന്നത് വഴി ബാങ്ക് ബ്ലേഡ് കമ്പനിയായി തരം താഴ്ന്നിരിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം ഖദീജത്ത് സുഹൈല സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പയ്ക്ക് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തിനകത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പ എടുത്തുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്തില്ല, കേരളത്തിനകത്തില്ല. അങ്ങനെ കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇന്ന് രണ്ടാം തരക്കാരായിട്ടുള്ള ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടി
വൈശാഖ് അധ്യക്ഷനായി. കെ മഹേഷ്, മീര ചന്ദ്രൻ, രജീഷ് വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സിപിഎമ്മിന് ബംഗാളിലെ അവസ്ഥ ഉണ്ടാകുമെന്ന് മന്ത്രി ശിവകുമാർ. DCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രസ്താവന. കോൺഗ്രസ് കാലഘട്ടത്തിന് ആവശ്യമുള്ള പാർട്ടിയെന്നും ശിവകുമാർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം DCC ഓഫീസിൽ നടന്നു. സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന ചടങ്ങ് ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്നും മുന്നിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇതേ നില തുടർന്നാൽ അവർക്ക് ബംഗാളിലെ സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അത് തിരിച്ചറിയാനുള്ള വിവേകം CPM-നില്ല. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ടെന്നും മന്ത്രി ശിവകുമാർ പറഞ്ഞു. ഈ ജില്ലയിലെ കോൺഗ്രസ് ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഈ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. BJP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായി ശക്തമായ പ്രതിരോധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കുറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി മാറുന്നു. യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെയാണ് CPM പോകുന്നു എങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിവിശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുമ്പ് 22 ഭാരവാഹികൾ ഉണ്ടായിരുന്ന DCCക്ക് ഇപ്പോൾ 29 അംഗ കമ്മിറ്റിക്കാണ് അംഗീകാരം നൽകിയത്. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ ഭാരവാഹികളെ ഹാരാർപ്പണം ചെയ്തു. ചടങ്ങിൽ നെയ്യാറ്റിൻകര സനൽ, KP കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് MC ജോസ്, PA അഷ്റഫ് അലി, P ഗംഗാധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്ന ബാർബർമാർക്ക് പാരയായി അന്യഭാഷാ തൊഴിലാളികൾ. ചെയ്യുന്ന തൊഴിലിനോട് നീതി പുലർത്തുന്നില്ലെന്നും പരക്കെ ആക്ഷേപം. വർഷങ്ങളായി പണിയെടുക്കുന്ന ബാർബർമാർക്ക് ഭീഷണിയായി ഹിന്ദിക്കാരായ ബാർബർമാർ. UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വന്നവരാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരമായി പണിയെടുക്കുന്നവർക്ക് പാരയാകുന്നത്. സാധാരണയായി വാങ്ങിക്കുന്ന കൂലി തന്നെ വളരെ കുറവാണ്. ഇവർ വന്നതോടെ കൂലി വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. മുടിവെട്ടാൻ വരുന്ന ഒരു വ്യക്തിക്ക് കൂലി കുറവാകുകയാണ് വേണ്ടത്. പക്ഷെ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയില്ലാതെ പണിയെടുക്കുന്ന ഇവർക്കെതിരെ ബാർബർമാരുടെ സംഘടനകളാണ് പ്രതികരിക്കേണ്ടത്. വർഷങ്ങളായി ഈ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഇത്തരക്കാരെ പട്ടിണിക്കിടുന്ന സമീപനമാണിത്. ഹിന്ദിക്കാരൻ വന്നിട്ട് ഭയങ്കര ചള്ളിയ സാധാരണ കരിമല ഇട്ടിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് നാട്ടുകാർ കടയുടെ ഇട്ട് കൊടുത്തിട്ടാ ഭയങ്കര ശല്യം ചെയ്യുന്നത്. നമ്മൾക്കുള്ള ഭയങ്കര പണി, നമ്മളെ ലക്ഷക്കണക്കിന് മുതലിട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കല്ല. ഹിന്ദിക്കാർ സാധാരണ വില കരിമല ഇട്ടിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് ഇവർ ഇന്ന നാളെ പോകും. നമ്മളിവിടെ പൂർത്തിയായിട്ട് ഉള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും ബോധവാന്മാരാകണം. മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. നിരവധി പേർ പങ്കെടുത്തു. പ്രതിലോമകരമായ ശുപാർശകൾ തള്ളിക്കളഞ്ഞ് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലും തുടർന്ന് നടന്ന പൊതുയോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ KC അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. K രവീന്ദ്രൻ അധ്യക്ഷനായി. മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തി ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ മറവിൽ ആനുകൂല്യങ്ങൾ വൈകിപ്പിക്കരുതെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് നേതാക്കൾ പറഞ്ഞു. N കൃഷ്ണപ്രസാദ്, K രാഘവൻ, TP ഉഷ, M ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്രീയ സർവകലാശാല റെയ്ഡിൽ നിരവധി തെളിവുകൾ കണ്ടെത്തി. സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് റെയ്ഡ്. CBI കൊച്ചി യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്.
നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട് പെരിയ കേന്ദ്രീയ സർവകലാശാലയിൽ റെയ്ഡ് നടത്തിയ CBI സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചു. സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കുന്നതിന് മാതാ ഏജൻസിക്ക് കരാർ നൽകിയതിൽ വ്യാപക ക്രമക്കേടുകൾ CBI സംഘം കണ്ടെത്തി. ഇതേ കരാർ പുതുക്കി നൽകിയതിലും അപാകതയുണ്ടെന്ന് സംഘം കണ്ടെത്തി. തിങ്കളാഴ്ച തുടങ്ങിയ റെയ്ഡ് വ്യാഴാഴ്ചയും തുടർന്നു. CBIയുടെ കൊച്ചി യൂണിറ്റാണ് പരിശോധന നടത്തിയത്. മുൻ വൈസ് ചാൻസലറായിരുന്ന ജാൻസി ജെയിംസിന്റെ കാലത്താണ് കേന്ദ്രീയ സർവകലാശാലയിൽ വൻ അഴിമതി നടന്നത്. നിരവധി പരാതികൾ അന്നുണ്ടായിരുന്നെങ്കിലും ആരും അത് ഗൗനിച്ചില്ല. അപകടം പതിവായി മയിച്ച കാര്യങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് മറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്ക്. കാര്യങ്കോട് പാലത്തിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 7:45ഓടെയാണ് അപകടമുണ്ടായത്. കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KL 156787 നമ്പർ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിയെത്തിയ നാട്ടുകാരും തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചന്തേര പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെറുവത്തൂർ ആനിക്കാടിയിലെ വിനീഷ്, രത്നാകരൻ, ആര്യ, നൌഷാദ്, വിബീഷ്, വിദ്യ, ഷാഹുൽ ഹമീദ്, സതി, ഭാസ്കരൻ, സതീഷ്, അനീഷ്, പത്മകുമാർ, രാമചന്ദ്രൻ, നിതീഷ്, നൌഷാദ് തുടങ്ങിയവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ബാക്കിയുള്ളവരെ നീലേശ്വരം തേജസ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പോലീസ് എത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 5ഓളം അപകടങ്ങൾ ഈ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ചേരങ്കൈ കടപ്പുറത്തെ തീരദേശവാസികൾക്ക് ആശ്വാസമായി കളക്ടറുടെ ഇടപെടൽ. കടപ്പുറത്തെ ദുരിതമനുഭവിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കും. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കടലാക്രമണം നേരിടുന്ന ചേരങ്കൈ കടപ്പുറത്തെ തീരദേശവാസികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം. എന്നെ നെല്ലിക്കുന്ന് MLA സംബന്ധിച്ചു. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ചേരങ്കൈ കടപ്പുറത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റി, റവന്യൂ, ഫിഷറീസ് അധികൃതരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. കടലാക്രമണം മൂലം ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ധനസഹായം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാൻ നടപടി സ്വീകരിക്കും. വിവരശേഖരണത്തിന് ശേഷം ഈ മാസം 20-ന് വീണ്ടും യോഗം വിളിച്ചു ചേർത്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. കാർഷികാവശ്യത്തിനായി നിർമ്മിച്ച പമ്പിൽ നിന്നുമുള്ള ജലം സ്വകാര്യ വ്യക്തി കൈയടക്കുന്നതായി പരാതി. മഞ്ചേശ്വരം മച്ചമ്പാടിയിലാണ് സംഭവം. കാർഷികാവശ്യത്തിന് വേണ്ടി മഞ്ചേശ്വരം, മച്ചമ്പാടി, കിട്ടാകുണ്ടി പ്രദേശങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് ജലപദ്ധതി ആരംഭിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്വന്തമായി വെള്ളം ഉപയോഗിക്കുകയാണ്. ഇത് ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലരും തങ്ങളുടെ കൃഷിക്ക് നനക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. മഞ്ചമ്പാടി ജലപദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് 1996-2001 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതേസമയം 80,000 രൂപ ഉപയോഗിച്ച് ഡീസൽ മോട്ടോർ വാങ്ങിയിരുന്നു. ഇന്ന് അതും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഉള്ളത്. മച്ചമ്പാടി ബഡാജെ സ്കൂളിന് സമീപം 1996-2001 കാലയളവിൽ ഉണ്ടാക്കിയ ജലപദ്ധതി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മച്ചമ്പാടിയിലെ 1-ാം വാർഡ് മുതൽ 7-ാം വാർഡ് വരെ വെള്ളത്തിന്റെ ഉപയോഗത്തിനായി കർഷകർക്ക് പമ്പ് അനുവദിച്ചു നൽകിയെങ്കിലും അതും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് സംബന്ധിച്ച് മച്ചമ്പാടിയിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകിയിരുന്നെങ്കിലും അവിടെയും ഫലം കണ്ടില്ല. നാട്ടുകാരായ ഞങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിക്കും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ഇതിന്റെ പല ഫണ്ടുകളും ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഈ 4 ടാങ്കുകളും നിർമ്മിച്ചത്. സ്വന്തം ഇഷ്ടത്തിനായി രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം വെച്ച് സ്വകാര്യ വ്യക്തി നാട്ടുകാരെ വഞ്ചിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ്. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായി ഓഗസ്റ്റ് 8 2-ാം ശനിയാഴ്ച കാസർഗോഡ് റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസുകൾ സാധാരണ പോലെ തുറന്നു പ്രവർത്തിക്കുമെന്ന് DDE അറിയിച്ചു. മൊഗ്രാൽ പുത്തൂരിൽ ഇന്റർസ്റ്റേറ്റ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സമന്വയ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ്സ് നടത്തുക. ഓഗസ്റ്റ് 23-നാണ് പരിപാടി. സമന്വയ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ഓണാഘോഷ കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 23-ന് മൊഗ്രാൽ പുത്തൂരിലാണ് ടൂർണമെന്റ് നടത്തുന്നത്.
+2 കോളേജ് വിദ്യാർത്ഥികൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, അധ്യാപകർ, പ്രൊഫഷണൽസ് എന്നിവർക്കായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന്റെ വിജയത്തിനായി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MO വർഗീസ് ചെയർമാനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജേതാക്കൾക്ക് 10,000, 5,000, 3,500, 2,500 എന്നിങ്ങനെ ಕ್ಯಾಶ್ ಅವಾರ್ಡ್ നൽകുന്നതായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ಓಣಂ ಹಬ್ಬದ ಅಂಗವಾಗಿ ಕಬಡ್ಡಿ ಟೂರ್ನಮೆಂಟ್ ಮೊಗ್ರಾಲ್ ಪುತ್ತೂರಿನಲ್ಲಿ ಜರಗಲಿದೆ. 23ರಂದು ಮೊಗ್ರಾಲ್ ಪುತ್ತೂರಿನಲ್ಲಿ ಅಂದರೆ ಓಣಂ ಫೆಸ್ಟ್ ಓಣ ಹಬ್ಬದ ಪ್ರಯುಕ್ತ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ನಿಮ್ಮೆಲ್ಲರ ಸಹಾಯ ಸಹಕಾರ ಬೇಕು. ಯಾಕಂದರೆ ಕಬಡ್ಡಿ ಅಂದರೆ ನಮ್ಮ ರಾಷ್ಟ್ರದ ಒಂದು ಪ್ರಸಿದ್ಧವಾದಂಥ ಕ್ರೀಡಾಕೂಟ. ಈ ಕೂಟವನ್ನು ಪ್ರೋತ್ಸಾಹಿಸಲಿಕ್ಕಾಗಿ ಅಂದರೆ ವಿದ್ಯಾರ್ಥಿಗಳಲ್ಲಿಯೂ ಸಾರ್ವಜನಿಕ ಹೀಗೆ ಹಲವು ಕ್ಷೇತ್ರದಲ್ಲಿ ಭಾಗವಹಿಸುವಂಥ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಸಾರ್ವಜನಿಕರನ್ನು ಒಗ್ಗೂಡಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ನಾವು ಪ್ರಯತ್ನ ಪಡ್ತಾ ಇದ್ದೇವೆ. വാർത്താ സമ്മേളനത്തിൽ A. ദാമോദരൻ, KM ഹസേനാർ, MO വർഗീസ്, ബാലകൃഷ്ണൻ അഗ്ഗിത്തായ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. സയൻസ് ക്ലബ്ബ് അസോസിയേഷനും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര പ്രകാശ വർഷാചരണത്തിന്റെ ഭാഗമായി പ്രകാശത്തെക്കുറിച്ചും ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്താനാണ് ശില്പശാല ലക്ഷ്യമിടുന്നത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്കാണ് പരിശീലനം നൽകിയത്. എനർജി മാനേജ്മെന്റ് സെന്ററുമായി സഹകരിച്ച് നടന്ന ശില്പശാല വിദ്യാഭ്യാസ ഉപഡയറക്ടർ C. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും ഓരോ ദിനാചരണങ്ങൾ ഉണ്ടാവാറ്. ആ ദിനാചരണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങൾ അതിനുണ്ടാവും. മറിച്ച് അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി ഓരോ ദിനാചരണവും നടത്തുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് എത്രത്തോളം കൈവരിച്ചു ആ ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ് തോന്നുന്നു. ഇതിപ്പോ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നിറഞ്ഞു കവിയുന്ന രീതിയിൽ തന്നെ ഇതിൽ ആളുകൾ പങ്കാളിത്തമുള്ളതുകൊണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M. ഗോപാലൻ അധ്യക്ഷനായി. DEO സൗമിനി കല്ലത്ത്, ഡയറ്റ് അധ്യാപകൻ ഡോക്ടർ രഘുരാമ ഭട്ട്, PV ജയരാജൻ, VTV മോഹനൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി M. രമേശൻ, R. സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മധൂർ മിത്രകലാവൃന്ദയുടെ ആഭിമുഖ്യത്തിൽ 29ാമത് അന്തർ സംസ്ഥാന ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 9 രാവിലെ 9:30 മത്സരം ആരംഭിക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങൾക്കായാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. താൽപര്യമുള്ളവർ രാവിലെ 9 മണിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അജാനൂർ പഞ്ചായത്ത് CDS വാർഷികാഘോഷത്തിന് തുടക്കമായി. വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. അജാനൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ നടന്നു. കലാമത്സരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ഫാൻസി ഡ്രസ്, നാടോടി നൃത്തം, സംഘഗാനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. കിഴക്കുംകര ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കുടുംബശ്രീക്ക് ഒരു ഫുൾ ടീം ഉണ്ട് എന്നുള്ളത് നമ്മുടെ കുടുംബശ്രീയുടെയും സ്ത്രീ സമൂഹത്തിന്റെയും അഭിമാനമായി തോന്നുകയാണ്. കാസർഗോഡ് ജില്ലയിലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുകയാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ചെമ്പരിക്ക മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഏറ്റവും പ്രായം കൂടിയ കുടുംബശ്രീ അംഗത്തെ ആദരിച്ചു. കുടുംബശ്രീയെ സഹായിച്ച വിവിധ ബാങ്കുകളെയും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ, വാർഡംഗം KV ലക്ഷ്മി, CDS ചെയർപേഴ്സൺ K. സുജാത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നവീകരിച്ച താലൂക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിനെ ഏൽപ്പിച്ച SBT തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. SFIയുടെ നേതൃത്വത്തിൽ SBT കാഞ്ഞങ്ങാട് ശാഖയിലേക്ക് മാർച്ച് നടത്തി. CPMന് ബംഗാളിലെ അവസ്ഥ ഉണ്ടാകുമെന്ന് മന്ത്രി VS ശിവകുമാർ. കോൺഗ്രസ് കാലഘട്ടത്തിന് ആവശ്യമുള്ള പാർട്ടിയെന്നും മന്ത്രി. കേന്ദ്രീയ സർവകലാശാല സുരക്ഷാ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ നിരവധി തെളിവുകൾ കണ്ടെത്തി. കാര്യങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്ന ബാർബർമാർക്ക് പാരയായി അന്യഭാഷാ തൊഴിലാളികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.